വടക്കൻ ജപ്പാനിലെ മിയാഗി പ്രവിശ്യയുടെ തീരപ്രദേശങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം. വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 8:22ഓടെയാണ് നാടിനെ നടുക്കിയ ഭൂകമ്പം ഉണ്ടായത്. തുടർന്ന് ഭരണകൂടം സമീപത്തെ 5 പ്രവിശ്യകളിൽ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജപ്പാനീസ് തീവ്രതാ സൂചികയിൽ ലോവർ 5 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിലവിൽ സുനാമി ഭീഷണിയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഭൂമിക്കടിയിൽ ഏകദേശം 50 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രമെന്ന് ജപ്പാൻ കാലാവസ്ഥാ മന്ത്രാലയം അറിയിച്ചു. ഒഫുനാറ്റോ നഗരത്തിന് 50 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഭൂകമ്പത്തിന്റെ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേയും സ്ഥിരീകരിച്ചു. മിയാഗി പ്രവിശ്യയിലെ തോം, ഒസാക്കി, ഇഷിനോമാക്കി തുടങ്ങിയ നഗരങ്ങളിലും ഇവാത്തെ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ കുലുക്കം അനുഭവപ്പെട്ടു. ഭൂചലനത്തെ തുടർന്ന് ടോക്കിയോയ്ക്കും ഷിൻ അയോമോറിക്കും ഇടയിലുള്ള അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി JR ഈസ്റ്റ് റെയിൽവേ അറിയിച്ചു. ശക്തമായ കുലുക്കമുണ്ടായെങ്കിലും ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ വ്യക്തമാക്കി. മുൻകരുതലിന്റെ ഭാഗമായി ആണവ നിലയങ്ങളുടെ പ്രവർത്തനവും നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ഏപ്രിൽ 20-ന് വടക്കുകിഴക്കൻ ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ മറ്റൊരു ഭൂചലനം ഉണ്ടായിരുന്നു. അന്ന് ഹൊക്കൈഡോ, അയോമോറി പ്രവിശ്യകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകുകയും 30-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു മാസത്തിനിപ്പുറം വീണ്ടും ശക്തമായ ചലനമുണ്ടായത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാന ഭൂകമ്പ മേഖലയിലുള്ള രാജ്യമായതിനാൽ വരും ദിവസങ്ങളിൽ ശക്തമായ തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും പ്രാദേശിക ഭരണകൂടങ്ങളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വിദേശ സഞ്ചാരികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജപ്പാനിലെ സുനാമി ജാഗ്രതാ സംവിധാനം. സുനാമി ഭീഷണി നേരിടാൻ ജപ്പാൻ 3 തരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1. മേജർ സുനാമി വാണിംഗ്. 5 മുതൽ 10 മീറ്റർ വരെ ഉയരമുള്ള ഭീമാകാരമായ തിരമാലകൾ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. 2. സുനാമി വാണിംഗ്. 1 മുതൽ 3 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയുള്ളപ്പോൾ നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം. മറ്റൊന്നാണ് സുനാമി അഡ്വൈസറി. 1 മീറ്ററിൽ താഴെ മാത്രം ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാനിടയുള്ളപ്പോൾ നൽകുന്ന താഴ്ന്ന നിലയിലുള്ള മുന്നറിയിപ്പാണ്. നിലവിലുള്ള മുന്നറിയിപ്പ് ലഭിച്ച പ്രദേശങ്ങളിൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും ഒട്ടും വൈകാതെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ക്യാബിനറ്റ് സെക്രട്ടറി മിനോരു കിഹാര ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.